ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ അതായത് സോളാർ വാട്ടർ ഹീറ്റർ. അതായത് നമ്മുടെ മുകളിൽ വാർക്കയുടെ ഏറ്റവും ടോപ്പിൽ വയ്ക്കുന്ന സോളാർ വാട്ടർ ഹീറ്റർ നമുക്ക് എല്ലാ ബാത്റൂമിലേക്കും സെപ്പറേറ്റ് പൈപ്പ് വന്നതിന് ശേഷം നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അതിന് ശേഷം അവസാനം നമുക്ക് എങ്ങനെയാണ് സോളാർ വാട്ടർ ഹീറ്ററിൽ കണക്ഷൻ കൊടുക്കുന്നതിനുള്ള ഫുൾ ഡീറ്റെയിലാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഐവറി കളർ പൈപ്പ് കാണുന്നുണ്ടോ? ഇത് CPVC പൈപ്പാണ്. ഈ CPVC പൈപ്പാണ് നമ്മുടെ ഹോട്ട് വാട്ടറിന്, അതായത് വാട്ടർ ഹീറ്ററിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുത്തത്. ചൂടുവെള്ളം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നത് SDR11 എന്ന് പറയുന്ന പൈപ്പാണ് കോമൺലി നമ്മൾ ഉപയോഗിക്കുന്നതായിട്ട് ഗേജ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ഏറ്റവും ടോപ്പിലേക്കാണ് നമ്മൾ വരുന്നത്. അതായത് ടാങ്കിൻ്റെ തൊട്ട് താഴെ വരുന്ന സെക്ഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. അവിടെ നിന്നും ഇതുപോലെ എല്ലാ ബാത്റൂമിലേക്കും വരുന്ന പൈപ്പുകളാണ് സെപ്പറേറ്റ് വന്നതിന് ശേഷം ഓരോ ബാത്റൂമിനും സെപ്പറേറ്റ് വാൽവാണ് കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് വാൽവുകൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നേരെ താഴെ വന്നതിന് ശേഷം താഴത്തെ ബാത്റൂമുകളിലേക്ക്, കിച്ചണിലേക്ക്, വർക്ക് ഏരിയയിലേക്ക്, അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും വരുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ നിങ്ങൾ കാണുന്ന പോലെ കണ്ടോ, ഏറ്റവും ടോപ്പിൽ വരുന്ന ഈ ലെയറിൽ നമ്മൾ സാധാരണ ടാങ്കിലേക്ക് കൊടുക്കുന്ന അതേ പൈപ്പിൻ്റെ ലെങ്ത്തിൽ തന്നെ ഏറ്റവും ടോപ്പിലേക്ക് കൊടുത്തിട്ട് എയർ കറങ്ങാവുന്ന ഒരു സിസ്റ്റം കൂടി കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഫ്ലോ കറക്റ്റ് ആവുള്ളൂ. ഏറ്റവും ടോപ്പിലേക്ക് കൂടി അതിൻ്റെ CPVCയുടെ ഏറ്റവും ടോപ്പിലേക്ക് എയർ കളയുന്ന സിസ്റ്റം കൂടി കൊടുത്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഫ്ലോ നമുക്ക് ഈ പൈപ്പിലൂടെ കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും താഴെ നമുക്ക് കിട്ടുള്ളൂ. ഇവിടെയാണ് നമ്മൾ നമ്മുടെ വാട്ടർ ടാങ്ക് വയ്ക്കുന്നത്. വാട്ടർ ടാങ്ക് ഏറ്റവും ടോപ്പിലാണ് വയ്ക്കുന്നത്. നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ എപ്പോഴും വയ്ക്കേണ്ടത് നമ്മുടെ ടാങ്കിൽ നിന്നും താഴെ ആയിരിക്കണം. അതായത് ടാങ്കിൽ നിന്ന് താഴെ ആയിരിക്കണം നമ്മുടെ സോളാർ വാട്ടർ ഹീറ്റർ വയ്ക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ നമ്മൾ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി പൈപ്പ് ലൈൻ കാര്യങ്ങളെല്ലാം ചെയ്തിടണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ ടാങ്കിൽ നിന്നും, അതായത് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്നും മെയിനായിട്ട് ഒരു കണക്ഷൻ വരുന്നുണ്ട്. അത് 1 ഇഞ്ച് പൈപ്പിൻ്റെ, അതായത് നമ്മൾ പോകുന്ന ലൈനിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ലൂപ്പ് ചെയ്തെടുത്ത് 1 ഇഞ്ച് പൈപ്പാണ് ഈ കാണുന്നത്. അതിന് സെപ്പറേറ്റ് ഒരു വാൽവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് CPVCയുടെ വാൽവ് ഉണ്ടാവും, അതുപോലെ തന്നെ PVCയുടെ വാൽവ് ഉണ്ട്. കണ്ടോ, അത് ജസ്റ്റ് കയറി ചെയ്തിരിക്കും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ CPVC ഇതിൽ നിന്നാണ് ഈ സ്ഥലത്തു നിന്നാണ് ഇറങ്ങിയതിന് ശേഷം എല്ലാ ബാത്റൂമിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടില്ല. വെക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ആ പൈപ്പിലേക്ക്, അതായത് ചൂടുവെള്ളം പോകുന്ന എല്ലാ പൈപ്പിലേക്കും നമ്മൾ കണക്ഷൻ കൊടുത്തിടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോളാർ വാട്ടർ ഹീറ്ററിലേക്കുള്ള ഇൻപുട്ടാണ് കൊടുക്കുന്നത്. സാധാ പച്ചവെള്ളം കൊടുക്കുന്നു. ഈ പച്ചവെള്ളം നമ്മൾ നേരെ ലിങ്ക് ചെയ്തിട്ട് ഇവിടെയാണ് വെക്കുന്നത്. അവിടെ വെച്ചതിന് ശേഷം അതിൽ നിന്ന് ലിങ്ക് ചെയ്തതിന് ശേഷം ആ ചൂടുവെള്ളം നേരെ CPVCയിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന സമയത്ത് ഈ 2 പൈപ്പും ചെറുതായിട്ട് വാൽവിന് ശേഷം കട്ട് ചെയ്തതിന് ശേഷം PVC പൈപ്പ് നമ്മുടെ സോളാർ വാട്ടർ ഹീറ്ററിന് ഇന്നായിട്ടും CPVC പൈപ്പ് ഔട്ടായിട്ടും ഒരു നോൺ റിട്ടേൺ വാൽവ് ഇട്ടിട്ട് കണക്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടാപ്പിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതിനും വരെ, സോളാർ വാട്ടർ ഹീറ്റർ വാങ്ങിച്ച് കണക്ട് ചെയ്യുന്നതിന് ആ സമയം വരെ വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കിടക്കുന്നത് നല്ലതല്ല. കാരണം ഓൾറെഡി നമ്മുടെ എല്ലാ പൈപ്പുകളിലും വെള്ളം വന്ന് കിടക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ടാപ്പിൽ ഓൾറെഡി നമ്മുടെ വെള്ളം ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി വാട്ടർ ഹീറ്റർ വയ്ക്കുന്ന സമയത്ത് ഈ പൈപ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ സെക്ഷനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വാൽവാണ് മെയിൻ വാൽവ് വരുന്നത്. സോളാർ വാട്ടറിൻ്റെ ഇന്നിലേക്ക് വരുന്ന വാൽവ്, ഔട്ടിലേക്ക് വരുന്ന വാൽവ്. ഇതിൽ നിന്നാണ് എല്ലാ ബാത്റൂമിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് സോളാർ വാട്ടർ ഹീറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലംബിങ് എങ്ങനെ ചെയ്യണമെന്ന് ഏകദേശം നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്യണമെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.